ഇതിനിടയിലാണ് അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം പ്രവർത്തകർക്ക് ജോലിഭാരം കൂടി എന്ന ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു സംസാരം ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഇപ്പോൾ ജോലി കൂടുതലാണ്, അതിനൊത്ത് നേട്ടം ഇല്ലതാനും, ഇതാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ഗവൺമെൻറ് സർവീസിലാണെങ്കിൽ 8 മണിക്കൂറെങ്കിലും ജോലി ചെയ്യണ്ടേ? ജോലി ചെയ്യുന്നില്ലെങ്കിൽ ആ കസേര പോയിരിക്കെങ്കിലും വേണ്ടേ? എങ്കിലല്ലേ ശമ്പളം കിട്ടുള്ളൂ. അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ പലർക്കും ജോലിയാണല്ലോ. അല്ലാതെ പാർട്ട് ടൈമായി കൊണ്ടു നടക്കുന്ന ആരുണ്ട്? രാജീവ് ചന്ദ്രശേഖർ, ശശി തരൂർ, അങ്ങനെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ ഇത് പാർട്ട് ടൈം ബിസിനസ് ആയിട്ടുള്ളൂ. ബാക്കി എല്ലാവർക്കും ഫുൾ ടൈമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ജോലി എടുക്കണമല്ലോ. മുമ്പുള്ള ആളുകൾ നിങ്ങളെ കൊണ്ട് ജോലി എടുപ്പിച്ചില്ല, നിങ്ങളെ കംഫർട്ട് സോണിലായിരുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാവരും അതുപോലെ ആവണമെന്നുണ്ടോ? ഓക്കെ, രാജീവ് വന്നത് മാറ്റം കൊണ്ടുവരാമല്ലേ. ഇവർ ഇത്രയും കാലം ശ്രമിച്ചിട്ട് അത് നടന്നില്ല. അതുകൊണ്ട് അമിത്ഷാ നേരിട്ട് ഇടപെട്ട് രാജീവിനെ കൊണ്ടുവന്നു. അപ്പം മാറ്റം കൊണ്ടുവരാൻ വേണ്ടി രാജീവ് ശ്രമിക്കുക, സ്വാഭാവികമായിട്ടും പഴയ കുറച്ചു പോയ കസാരകൾ ഇളകേണ്ടതായിട്ട് വരും. ജഡത്വം ബാധിച്ച കാലുകൾ ചലിക്കേണ്ടതായിട്ട് വരും. അത് സ്വാഭാവികമായിട്ടും ഉള്ള ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത. ആ അസ്വസ്ഥത ഉണ്ടാകുന്നത് ഒരു നല്ല സൂചനയാണ്. മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഓക്കെ, അതായത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അങ്ങ് സൂചിപ്പിക്കുന്നത് അല്ലേ? അതെ അതെ. അല്ല, മറ്റു സംസ്ഥാനങ്ങളും അല്ല, പ്രവർത്തന ശൈലിക്ക് മാറ്റം വരും. ഇവിടെ അവർ പ്രവർത്തിക്കുന്നുണ്ട്, അതിന് പ്രശ്നമൊന്നുമില്ല. പ്രവർത്തനം BJP-ക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. CPM കഴിഞ്ഞ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് BJP-ക്കാർ തന്നെയാണ്, അക്കാര്യം സംശയമല്ല. ആ പ്രവർത്തനത്തിലെ ഒരു അത് പോരാ. അതുകൊണ്ട് കേരളത്തിൽ എവിടെ എത്താൻ പറ്റില്ല എന്ന് അവർക്ക് തന്നെ ഇപ്പം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ആവശ്യമാണ്. അതായത് പ്രതിയോഗി ശക്തനാണെങ്കിൽ ഒരു വണ്ടി മേടിച്ച് നിങ്ങൾ ഇതുവരെ ഉപയോഗിക്കാത്ത 5ാമത്തെ ഗിയറിലേക്ക് രാജീവ് വലിച്ചിടുന്നു. അപ്പോൾ ഈ ഗിയർ ഇതുവരെ ഉപയോഗിക്കാത്തതുകൊണ്ട് അതിലേക്ക് വലിച്ചിടുമ്പോൾ വിറയിലുണ്ടോ? വണ്ടി ഓടിക്കാറില്ലേ? ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് മാത്രം, ആ ഒരു വിറയിൽ മാത്രമാണ്, താൽക്കാലികമാണത്.